കൊയ്ത്തുകാലത്ത് കാലം തെറ്റിയെത്തിയ മഴ വയനാട്ടിലെ നെൽകർഷകരെ ആകെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. നെന്മേനി പഞ്ചായത്തിലെ കൊഴുവണ പാടശേഖരത്തിലെ കർഷകരാണ് നമ്മളോടൊപ്പമുള്ളത്. ഏതാണ്ട് 50 ഏക്കർ സ്ഥലത്തെ ആണ് കൊയ്ത്ത് നടക്കുന്നതിനിടയിൽ മഴ പെയ്തത്. എത്ര വലിയ നഷ്ടമാണ് ഈ ഭാഗത്തുണ്ടായിരിക്കുന്നത്? ഈ ഭാഗത്ത് പറയാണ്ട് 1 ഏക്കറോളം നെല്ലാണ് നമുക്ക് കൊയ്തിട്ട് നിലത്ത് കിടക്കുന്നത്, വാരാൻ പറ്റാത്ത അവസ്ഥ. ബാക്കിയുള്ള ആളുകളെ നെല്ലുകൾ ഒരു പരിധിവരെ കൊണ്ടുവച്ചെങ്കിലും പോയിട്ട് പുല്ല്, ഒരു കണ്ടത്തിലെ പുല്ല് പോലും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. വൈക്കോലിന് നല്ല വിലയുള്ളതല്ലേ? വൈക്കോലിന് 160 രൂപയോളം ഒരു റോള് പുല്ലിന് കിട്ടും. 1 ഏക്കറിന് ഏകദേശം 70-80 റോള് പുല്ല് കിട്ടും. ഏകദേശം ഒരു 10,000 റുപ്യേൻ്റെ പുല്ല് ഒരു ഏക്കറിന് കിട്ടും. അതിൽ നിന്ന് ഒരു സെൻറ്റ് പോലത്തെ പുല്ല് പോലും എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. മറ്റ് അടുത്തുള്ള പാടശേഖരങ്ങളിലൊക്കെ എന്താ? കൊമ്മാട് പാടശേഖരത്തിൽ നെല്ല് കുറേയൊക്കെ കംപ്ലീറ്റ് എടുത്തു. പക്ഷേ വൈക്കോല് കംപ്ലീറ്റ് പോയി. 100 ജില്ലാനം കർഷകരുടെ വൈക്കോല് കംപ്ലീറ്റ് വയലിൽ കിടക്കുകയാണ്. ഒരു റോള് പോലും കെട്ടിയിട്ടില്ല. കുറേ ആൾക്കാരുടെ നെല്ല് പോയി. കുറച്ച് ആൾക്കാരെ നെല്ലേ പോയിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകളെ നെല്ല് ഇനിയും കിടക്കുകയാണ്. കുറേ നെല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നഷ്ടപ്പെടുക അങ്ങനെ വന്നിട്ടില്ല. സപ്ലൈക്കോയിലേക്ക് പകുതി കൊടുത്തു, പകുതി പുറം മാർക്കറ്റിനും പോയിട്ടുണ്ട്. ഇനിയും കയറി പോകാൻ. ഇതിപ്പോൾ എന്താ സ്ഥിതി? നിങ്ങളെ ഇത് ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റുമോ? ഇതിനി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനിപ്പോൾ അവിടേക്ക് കയറ്റിക്കൊണ്ട് പോയിട്ട് വണ്ടിയിൽ കൊണ്ടുപോയി ട്രാക്ടറിൽ ഒക്കലിട്ട് അത് മെതിച്ച് ഈ പുല്ലെല്ലാം ഉണക്കി എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ കൊയ്ത്ത് കാലത്ത് ഇങ്ങനെ ഒരു മഴ സാധാരണ പതിവുള്ളത് കാരണം ഇല്ലാത്തതാണ്. ഇക്കൊല്ലാണ് ഇപ്പോൾ ഇത് വന്നതല്ലാതെ. പച്ചയല്ലേ, പച്ച നെല്ലും എടുക്കൂല. നെല്ല് ഉണക്കാതെ കൊടുക്കാൻ പറ്റും. ഉണക്കി പാറ്റി എടുക്കണം, അല്ലാതെ ഇത് കൊടുക്കാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, ഇത് മുഴുവനും നനഞ്ഞ് കുതിർന്നിരിപ്പാ. ഇത് കൊടുക്കണമെങ്കിൽ ഇനി ഇത് ഞങ്ങൾ കൊണ്ടുപോയി ട്രാക്ടറിൽ അടിച്ച് കൊണ്ടുപോയി ഒക്കലടിച്ച് വേറെ പുല്ല് ഉണക്കി നെല്ല് ഉണക്കി എടുത്ത് എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണ്ടി ഇത് കൊടുക്കാൻ. അതിലും 3 കിലോ കുറയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിഷമമാണ്. എന്ത് ചെയ്യാന്ന്, ഈ കഷ്ടപ്പാട് തന്നെ കഷ്ടപ്പാട്. ഇന്നും ഇന്നലെയും തുടങ്ങിയ കഷ്ടപ്പാടല്ല എനിക്കിപ്പോൾ 75 വയസ്സായി. ഞാൻ 15 വയസ്സ് തുടങ്ങിയതാണ്. എന്നാൽ അന്നേരം കരി പിടിച്ചിട്ട് ഈ കരി ഇങ്ങനെ വളഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുവിധം നേരെയായി. ഇതാണ് ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടാണ് വയനാട്ടിലെ ഈ പരമ്പരാഗത കർഷകരൊക്കെ നെൽകൃഷി ചെയ്യുന്നത്. കാലാവസ്ഥ ഒരു ഭാഗത്ത്, വന്യജീവി ശല്യം മറ്റൊരു ഭാഗത്ത്. അതിനിടയിലാണ് ഈ കൊയ്ത്ത് കാലത്തൊക്കെ ഇത്തരത്തിൽ മഴ പെയ്ത് വലിയ നഷ്ടം സംഭവിക്കുന്നത്. സർക്കാരിൽ നിന്ന്, കൃഷിവകുപ്പിൽ നിന്ന് അടിയന്തരമായ ഒരു സഹായമാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.